അല്ല ചെറുക്കൻ എവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞ? പഞ്ചായത്തിലെ ക്ലർക്കാന്നെ. ഓ അല്ല അപ്പൊ ജോലി ചെയ്തിട്ട് എത്ര വർഷമായി? 12. അല്ല 10-12 വർഷം ആയെന്നേ. ഓ അങ്ങനെ. അല്ല ഇതാരാ? ഇതെന്റെ രണ്ടാമത്തെ മോനാ. പേര്? എന്ത് ചെയ്യുന്നു? ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു. ടൗണിലൊരു ജിമ്മ് നടത്തുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട. ഡേ അതിങ്ങോട്ട് എടുത്തോ. ഇത് തന്നെ പഞ്ചായത്ത് ക്ലർക്ക് എന്നല്ല പറഞ്ഞത്. പേരെന്താ? പ്രകാശൻ. പ്രകാശനോ? അല്ല വെറും പ്രകാശൻ. ടെൻഷൻ കൊണ്ടാ. എന്നാ പിന്നെ നമുക്ക് പെണ്ണിനെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. പെണ്ണിനെ എനിക്ക് ഇഷ്ടായി. അല്ല അപ്പോ പെണ്ണിനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതല്ലേ പെണ്ണ്? അയ്യോ ഞാൻ പെണ്ണിന്റെ അമ്മയാ. പെണ്ണിനെ കാണാൻ പോലെ അപ്പുറത്തോട്ട് ചെല്ലേ. ചേട്ടൻ ഏത് കോളേജിലാണ് പഠിച്ചത്? EMS കോളേജിൽ. അല്ലേ? കുട്ടി ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ DB കോളേജിൽ. BD കോളേജോ? നല്ല ഫ്രഷ് തമാശ. ഏട്ടനെ കോമഡി കാരണ്ട് ഇതുപോലെ തന്നെ പൊക്കി. എന്തിന്? നിലവാരം. അതെ പെണ്ണിന് ശരിക്കും ഇഷ്ടമായോ? സത്യം? എനിക്ക് സർക്കാർ ജോലി ഉള്ളതുകൊണ്ടല്ലേ? അയ്യോ അതുകൊണ്ടല്ല, എനിക്ക് ചേട്ടനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടം. സർക്കാർ ജോലി ഇല്ലെങ്കിലും ഞാൻ ചേട്ടനെ പറ്റും. സത്യം? സത്യം. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. എനിക്ക് സർക്കാർ ജോലി ഇല്ല, കെട്ടാൻ വേണ്ടി തള്ളിയതാ. മേലാൽ ഇമാതിരി തട്ടിപ്പ് പരിപാടിയോട്ടെ ഈ ഏരിയ കണ്ടുപോകുന്നത് കേട്ടാ. ഇവനെയൊക്കെ നല്ല ഊക്കനടിയാ കൊടുക്കണം. കൊച്ചിനെ ഞങ്ങള് സർക്കാർ ജോലിക്കാർക്ക് കൊടുക്കത്തുള്ളൂ. ഓ ശരി, വാ പോവാ. ഒരു മിനിറ്റ്. അമ്മാവ, മകൾക്കല്ലേ സർക്കാർ ഉദ്യോഗസ്ഥനെ വേണമെന്ന് നിർബന്ധമുള്ളൂ. എന്ന് ഈ അമ്മേനെ എനിക്ക് കെട്ടിച്ചു തന്നൂടെ? എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരടി ആദ്യമായിട്ട. നിന്റെ കൂടെയുള്ള ഒരു പണിക്കും ഇനി ഞാനില്ലേ. അങ്ങനെ പറയല്ലേ ചേട്ടാ. ഞാനൊരു 3000 രൂപയും കൂടി ചേട്ടന് ഗൂഗിൾ പേ ചെയ്തായിരുന്നു. ഇനി നീ പെണ്ണിന്റെ അമ്മയെ കല്യാണം ആലോചിക്കോ? ഇല്ല. സത്യം? സത്യം. ശരി. പെണ്ണുണ്ടോ ചേട്ടാ? എന്നാ ഒരെണ്ണം ഉണ്ട്. മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, ചിറകടിച്ചെൻകൂട് തകരും നേരം ജീവജലം തരുമോ, ജീവജലം തരുമോ, മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ. മകനാ ടാക്സിംഗ് പോകാൻ വേണ്ടിട്ട് പാട്ടുപാടി പ്രാക്ടീസ് ചെയ്യുക. ഓഹോ ചേട്ടാ, ഈ സഭയിലെ പെണ്ണുങ്ങൾ പൈസ അടങ്ങാന്നിട്ട് ഭയങ്കര ബഹളം ചേട്ടാ. ചേട്ടൻ പറഞ്ഞൊരു അവധിയും കൂടി ഒന്ന് വാങ്ങിച്ചു. അപ്പൊ ആ പൈസ ഇതുവരെ അടച്ചില്ലേ? എങ്ങനെ അടയ്ക്കും ചേട്ടാ? ഇങ്ങനെ പണി ഇല്ലാതായിട്ട് 1 മാസമായി. ഇവിടെ കഞ്ഞി വെച്ചിട്ട് തന്നെ 2-3 ദിവസമായി.
ചെകുത്താൻ കയറിയ വീട്, ചിരിക്കാത്ത വീടിത്, ചിലക്കാത്ത കൂടിത്, ചെകുത്താൻ കയറിയ വീട്. പെണ്ണിന്റെ കല്യാണം വല്ലതും ആയോ? എവിടെയിട്ട് അതിന് നല്ല ആലോചന വല്ലതും വരട്ടെ. നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, മഞ്ജു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. ഒന്നും മിണ്ടായില്ല. ആരാ ചേട്ടാ കൂടെ? ഇത് പ്രകാശൻ മോളൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അതെയോ? ആ രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിലേ നമുക്കൊന്ന് നടത്തി കൊടുത്താലോ? അതിനെന്താ, ആലോചിക്കാം. എടി മോളെ ശ്രീജ, ഇങ്ങോട്ട് വന്നടി. നിലാവിന്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, നിലാവിന്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, കിനാവിന്റെ തേന്മാവിൽ രാപ്പാടി. അതെ, വല്ലതും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചു. ചായ കുടിച്ചോ? ചേട്ടൻ കുടിച്ചോ? പയ്യൻ എന്താ ജോലി? അതെ, റിയൽ എസ്റ്റേറ്റ്, യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ്, വണ്ടി കച്ചവടം, 4-5 ഗ്രൂപ്പിന്റെ അഡ്മിൻ. ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നു സർക്കാർ ജോലിക്കാരുടെ ആലോചന കൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നു. ചേട്ടാ, ഞങ്ങളുടെ മോളെ ഞങ്ങൾ സർക്കാർ ജോലിക്കാരന് മാത്രമേ കെട്ടിച്ചുള്ളൂ. അല്ല ഗീതു, നിന്റെ ഭർത്താവിന് സർക്കാർ ഉദ്യോഗം ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഉണ്ണാക്കന്മാർക്ക് കെട്ടിച്ചു കൊടുത്തിട്ട് വേണം എന്റെ മോളുടെ ജീവിതം അധോഗതിയാകാൻ. ഞാൻ വിളിക്കാന്നെ. ശരി. ചെല്ലുന്നിടത്തൊക്കെ തോൽവിയാണല്ലോ. സർക്കാർ ജോലി ഉണ്ടായിരുന്നെങ്കിൽ നോക്കായിരുന്നു. അമ്മായി നാളെ ഒരു 10,000 രൂപ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണാ? എങ്കിൽ ഒരാളുണ്ട്, അയാളെ കാണും. വേറെ ഡിമാൻഡ് ഒന്നുമില്ലല്ലോ. പെണ്ണായാൽ മതി. ഹലോ, നിനക്കെന്താ ഫോൺ എടുത്തെടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? അടുത്ത ആഴ്ച ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. നീ എൻ്റെ കയ്യിൽ നിന്ന് 1-2 രൂപയൊന്നുമല്ല, ലക്ഷങ്ങളാണ് നീ എൻ്റെ ഇത് പറ്റിച്ച്. കാശ് ഞാൻ തന്നെങ്കിൽ എനിക്കത് വാങ്ങിക്കാനും അറിയാം. ശരി ശരി. നിനക്ക് ഞാൻ നല്ല 8ന്റെ പണി തരും. നമുക്ക് കാണാന്നേ. ഇനി നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല, നേരിട്ടാട്ടെ. എന്നാ ചെയ്യാൻ പറ്റുന്ന ചേച്ചി. അല്ല കേട്ടോ വിളിച്ചേ. ഞാനൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇവര് വേണ്ടി തന്നെ. ഇവനാണോ? എത്ര ദിവസത്തേക്ക് വേണം? ദിവസത്തേക്കോ? ഒരു കല്യാണം കഴിക്കാനാണ്. കല്യാണം കഴിക്കാനാ? നിനക്ക് എത്ര വയസ്സുണ്ടോ? 33. 48 വയസ്സിലാണ് നമുക്ക്. ഇതെങ്ങനെ മനസ്സിലായി? യൂപ്പിയാർ അല്ലേ അടിക്കണം? യൂപ്പിയാർ വെച്ചാൽ കറക്റ്റ് വയസ്സ് പറയും. മച്ചാനെ, നമ്മുടെ കസ്റ്റഡിയിലൊരു പെണ്ണുണ്ട്. ഇവിടെ 25 വയസ്സുണ്ട്. നല്ല ശുദ്ധ ജാതകം, നല്ല സാമ്പത്തികം. എവിടെ സ്ഥലം? ബീച്ച് റോഡ് ഗീത, അറിയുമായിരിക്കും. ബീച്ച് റോഡ് ഗീതയോ? ഇതിന് ഇങ്ങനത്തെ പേരൊക്കെ? ആനടാടാ, ഇത് കിട്ടുന്നേ. വെട്ടിക്കഴിയുമ്പോൾ നിനക്കും കിട്ടുക ബാനർ. എന്ത് ബാനർ? നിന്റെ പേരെന്നാ? പ്രകാശൻ. ബീച്ച് റോഡ് പ്രകാശൻ. അതല്ലേ? പിന്നെ ചേട്ടാ, പെണ്ണ് 3 കെട്ടിയതാ. പക്ഷെ ഇവന്റെ ഭാഗ്യത്തിന് 2 രജിസ്റ്ററിലുള്ളൂ. പിന്നെ ഇപ്പൊ ഒരുത്തം കൂടെ താമസിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, കല്യാണം കഴിയുമ്പോൾ നമുക്കങ്ങ് പൊടിച്ചു വിടാം. 2ാം കെട്ടോ? എനിക്കെങ്ങനെ 2ാം കെട്ടൊന്നും വേണ്ട. പിന്നെ എനിക്ക് ആദ്യത്തെ കെട്ടാണല്ലേ പറ്റുള്ളൂ. എടാ, ഇത് 3ാം കെട്ടാ, 2ാം കെട്ടല്ല. ആദ്യത്തെ കെട്ട് നിനക്ക് വേണമെന്ന് പറയാൻ നിനക്ക് എന്നാടാ ജോലി? എനിക്ക് യൂത്ത്. നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി നീ യൂത്താന്ന് അല്ലേ? എടാ, കുടുംബത്ത് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നല്ല പെണ്ണ് കിട്ടും. കുടുംബത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെന്നേ. എന്റെ അച്ഛൻ തഹസിൽദാരാ. അച്ഛൻ തഹസിൽദാറാണോ? പിന്നെ എന്നാ അത് നേരത്തെ പറയണ്ടേ? അങ്ങനെയാണ് നല്ലൊരു പെണ്ണുണ്ട്. കൂത്താട്ടുള്ള അമ്പിളി, 22 വയസ്സ് പ്രായം, ശുദ്ധ ജാതകം. നാളെ തന്നെ പോയി കണ്ടേക്കാം. നോക്കിയാലോ? കുഴപ്പമില്ല. അപ്പൊ നീ നാളെ വരുമ്പോഴേ നിന്റെ അച്ഛന്റെ നല്ലൊരു ഫോട്ടോയും ആ തലക്കുടിയും കൂടി ഒന്ന് കൊണ്ടുവരണം. അതിന് അച്ഛൻ മരിച്ചൊരു 10 കൊല്ലമായി. നീയല്ലേ പറഞ്ഞ കുടുംബത്ത് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെന്ന്? അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ മരിച്ചുപോയി. പിന്നെ എങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു നിന്റെ കുടുംബത്ത്? അപ്പൊ അത് നടക്കിയല്ല. പിന്നെ വീട്ടിലൊരു പോലീസ് നായുണ്ട്, IG റാങ്കാ. പോലീസ് നായ എന്താ വീട്ടിൽ? എന്നാ പിന്നെ അത് പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ,
കൂത്താട്ടുകുളത്തൊരു പെണ്ണുണ്ട്, കുമ്പള അമ്പിളി, ചുരുണ്ട മുടി, വട്ടമുഖം, സുന്ദരി പെണ്ണ്. അവളാലോചിച്ചാലോ? നോക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, മറ്റന്നാ പോയി കണ്ടേക്കാം. മറ്റന്നാ വേണ്ട, നാളെ തന്നെ പോയേക്കാം. അല്ല, നാളെ പോകണ്ട. നാളെ നിനക്ക് വേറെ കുറച്ച് പണിയുണ്ട്. ഇപ്പം നീ പറഞ്ഞ ഈ പോലീസ് നായില്ലേ, അതിൻ്റെ നല്ലൊരു ഫോട്ടോ എടുക്കണം. എന്നിട്ട് നാളെ തന്നെ ആ പട്ടിക്കൊരു ജാതകം എഴുതിക്കണം. പെണ്ണിന് കൊടുക്കണ്ടേ? എടോ, പട്ടിക്കും പൂച്ചയ്ക്കും ചത്തുപോയവർക്കും വരെ കൊടുക്കാൻ തന്റെ പെണ്ണുണ്ട്. ജീവിച്ചിരിക്കുന്ന എനിക്ക് തരാൻ ഒരു പെണ്ണില്ലല്ലേ? ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ പൂങ്ങനെ മനസ്സിലായില്ലെന്നാണ് തോന്നുന്നത്. എടാ, ഞാൻ പറഞ്ഞിട്ട് ഇത്രയും പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ? നിനക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലായി. സർക്കാർ ജോലി ഉണ്ടെങ്കിൽ പെണ്ണ് കിട്ടാൻ ആണാവണമെന്നില്ല, ആണിന്റെ ഒരു കോലം മാത്രം മതി. Thank you.